അതുകൊണ്ട് നിൻ്റെ ദൈവം, നീ കുറച്ച് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, നിങ്ങൾ ദൈവത്തോട് അടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? IELTS പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, ബെസ്റ്റ് വിൽക്കാൻ വേണ്ടി മാത്രമാണ്, പ്രൊമോഷൻ കിട്ടാനും PR കിട്ടാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. ഇവൻ ക്രൂശിക്കപ്പെട്ടത്, അവൻ്റെ രക്തം ഭൂമി വീണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യതയിലേക്ക് നിനക്ക് കെട്ടിയെടുക്കണമെങ്കിൽ നിനക്ക് ഗ്രേസ് വേണം. ഗ്രേസ് ഉണ്ടായാൽ മാത്രം പോരാ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്ന ഒരു ഓപ്ഷനുണ്ട്, ഒരു പ്രൊവിഷനുണ്ട്. എന്താണ്? അതുകൊണ്ടാണ് മാതാവ്, ഇപ്പം നമ്മൾ ലൂക്കാ 1:28 കൃപ നിറഞ്ഞവളെ സ്വസ്തി, അമ്മ കൃപ നിറഞ്ഞതാണ്. അതുകൊണ്ട് അത് ലാസ്റ്റ് വാക്കല്ല. ഇപ്പം നമ്മളൊരു ഡിഗ്രി എടുത്തു, അത് വിദ്യാഭ്യാസത്തിൻ്റെ ലാസ്റ്റ് വാക്കല്ലല്ലോ, പിന്നെ കിടക്കുന്ന PhDയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതുപോലെ ദൈവം നിന്നെ വളരാൻ പറ്റുമെന്നെങ്കിൽ, കൃപയിൽ നിലനിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് ഹെൽപ്പ് ചെയ്യണത് നമുക്ക് ചില സമയത്ത് ഷിഫ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അതിൻ്റെ ഉദ്ദേശം ഈ 1:16 യോഹന്നാൻ 1:16 എന്താണ്? ഇപ്പം അവൻ്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോഴേ ദൈവം കണ്ണുവെക്കണ എവിടെയാണ്? നമ്മുടെ കൃപ, ഗ്രേസ് അപ്പോഴും ഗ്രേസ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കണം. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഞാൻ എവിടെയാണ്? ഞാൻ കോയമ്പത്തൂർ ഹോട്ടലിൽ താമസിക്കുകയില്ല. അവിടെ അങ്ങനെ ആളൊന്നുമില്ല. കോവിഡായിട്ട് ക്വാറൻറ്റൈനിൽ പോയതാണ്. 1 മാസം ഞാൻ കോവിഡായി കിടക്കരുത്. എത്ര ഒരു 3 പ്രാവശ്യം ഇതിനുള്ളിൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പോസിറ്റീവ്. 1 മാസം മൊത്തം പോസിറ്റീവ്. എന്താ ക്രിസ്മസ് കാലം മുഴുവനും പോസിറ്റീവ്. അതായത് ഒരു ഇത് വർഷം മുതൽ ഡിസംബറിൽ 6-ാം തീയതി അവിടെ പോയി അഡ്മിറ്റായിട്ട് ഞാൻ പിന്നെ നെഗറ്റീവ് ആകണത് ഡിസംബർ 30-ാം തീയതിയാണ്. നോക്കി ഈ കാലം എന്ത് ചെയ്യായിരുന്നു ഞാൻ? ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലിയിരിക്കുന്നത് ആ ഒരു ടൈമിലാണ്. ഒരു ദിവസം 26, 27, 30, 35 വരെ 35 ജപമാല വരെ ഒരു ദിവസം ചൊല്ലുന്നുണ്ട് കോവിഡ്. എന്നെ സംബന്ധിച്ചുള്ള ഷിഫ്റ്റിംഗ് ടൈമാണിത്. എനിക്ക് കാര്യം അറിയാം. കാര്യം ഇത് കൃപ അപ്ലോഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ശാന്തരായിട്ട് പ്രെയർ ചെയ്യേണ്ടത്, അല്ലാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അറിയുകയല്ലോ. എനിക്ക് എവിടെ നിന്നാണ് കോവിഡ് കിട്ടിയത്? ഞാൻ ഇവിടുന്ന് കിട്ടിയാണ്. എനിക്കറിയാമായിരുന്നു പണി കിട്ടാൻ പോകേണ്ടത്. കാര്യം അന്ന് ഭയങ്കര ഇടിയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കിട്ടിയതാണ് ശരിക്കും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കർത്താവിനെ പറയുന്നത്, കർത്താവ് ഞാൻ നിൻ്റെ ജോലി എന്ന് ചെയ്ത് നിൻ്റെ ആൾക്കാരെ നിൽക്കുമ്പോൾ നീ എൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ? ഞാൻ മിണ്ടിയിട്ടില്ല. എന്താ കാര്യം? ഞാൻ ഫോളോ ചെയ്യണം ഇവരെയാണ്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ലൂക്ക 2:19, 2:52. ഒരു സമയത്തും ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോകരുതെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഷിഫ്റ്റിംഗ് ടൈമിലും സ്പേസിലുമാണ് ഷിഫ്റ്റിംഗ് വരാൻ പോണത്. അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഗ്രേസ് അപ്ലോഡിങ് ടൈമാണ്. നമ്മൾ മോന്ത കയറ്റുകയോ ദൈവത്തോട് ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരം സന്തോഷത്തോടെ ദൈവത്തോട് പെരുമാറണം എല്ലാ മേഖലകളിലും. കാര്യം കൃപ എപ്പോഴും വരുന്നത് ആ ഒരു കാലാവസ്ഥയിലായിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഓരോരുത്തർക്കും ഓരോ കാലാവസ്ഥകൾ നൽകുന്നു. അതല്ലേ ബൈബിൾ പറയണത്? കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. എന്തിനാണ്? ഇതൊക്കെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനാണ്. അല്ലാതെ നിങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ പരീക്ഷ പാസ്സാക്കാൻ വേണ്ടിയല്ല, സ്വന്തം അനുഭവത്തിലൂടെ വസ്തു വിറ്റ് മാറ്റാൻ വേണ്ടിയല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 17:27 നടപടി പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27. അപ്പോസ്തല പുസ്തകം 17:26-27 വായിച്ചോളൂ. അവർക്ക് വിഭിന്ന കാലങ്ങളും, പറഞ്ഞേ, അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരെയും
ആരിലും നിന്ന് അകലെയല്ല. ഇപ്പം ദൈവം അകലെയാണെന്ന് പറഞ്ഞേക്കരുത്. മനസ്സിലായില്ലേ? എല്ലാവരുടെയും ഒരു പ്രശ്നം അതാണല്ലോ, കർത്താവിൻ്റെ പ്രാർത്ഥന പോലും കേൾക്കണില്ലെന്നല്ലേ. ഒരിക്കലും പറയരുത്. കാര്യം ദൈവം ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളത് ശരിക്കും, ഞാൻ ഇപ്പം 63-ാം സങ്കീർത്തനം പറയത്തില്ലേ, 12-ാം വാക്യം, അവിടുന്ന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം കേട്ടെന്ന്. അങ്ങനെയാണ് വചനം കേൾക്കേണ്ടത്. ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു. പറഞ്ഞേ, ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു. 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. ശക്തി ദൈവത്തിൻ്റെതാണ്. അതാണ് ശക്തി ദൈവത്തിൻ്റെതാണ്. അതായത് ഒരു പ്രാവശ്യം ദൈവവചനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ 2 പ്രാവശ്യം കേട്ടതുപോലെ അതിനോട് നമ്മൾ വിശ്വാസവും അതുപോലെ തന്നെ പ്രത്യാശയും സ്നേഹവും നിറച്ചിട്ട് ആ വചനം അനുവർത്തിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ വസിക്കുകയാണ് ചെയ്യണത്. ഒരു ഇപ്പം അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞില്ലേ, ഇല്ലേ? അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചെയ്ത്. ഇപ്പോൾ 15:7 പോലെ പ്രധാനപ്പെട്ടതാണ് 14:23. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 14:23 യോഹന്നാന്റെ സുവിശേഷം. ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ്? അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുകയല്ലേ. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? 2 തിമോത്തി 1:14 ചെയ്യുന്നവരെ അവിടുത്തെ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ ചെയ്യണം? നമ്മൾ ചെയ്യുന്നത് അവിടുത്തോടെ സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പമാണ്. അപ്പോൾ സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം നമ്മൾ കർത്താവിൻ്റെ നാമം ചെയ്യണതിന് എന്ത് ചെയ്യണം? അത് യേശുവിനെ രോഗികളായാലും ശരി, അത് യേശുവായിട്ട് കണ്ടിട്ട് വേണം നമ്മൾ സ്നേഹത്തോടെ കാണുന്നതിനുള്ള അടിസ്ഥാനം അതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണത്? 15, 14, 21 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിവർത്തിക്കുകയും ചെയ്താൽ എന്ത് ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കും. കവനൻ്റെ അതാണ്. അവൻ പറയണ പോലെ ചെയ്യണം. പക്ഷേ എങ്ങനെ ചെയ്യണം? സ്നേഹത്തോടെ ചെയ്യണം. ചെയ്യുമ്പോൾ സംഭവിക്കും? കർത്താവിൻ്റെ വസിപ്പുണ്ടാകും. എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ കൂടെ വസിക്കുന്ന ദൈവം, കവനൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ഉടമ്പടി കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്കല്ല. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, ഇനി പുതുക്കണം അച്ഛാ. ഞാൻ പറഞ്ഞ പുതുക്കാതിരിക്കണമെന്നല്ല പ്രശ്നം, കർത്താവിൻ്റെ സാന്നിധ്യം കളയരുതെന്ന് പറയും. കർത്താവിൻ്റെ സാന്നിധ്യം കളയരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാന്നിധ്യത്തിലേക്ക് വരാൻ നല്ല പാടാണ്. കാര്യം നമ്മളതിൻ്റെ പ്രീറിക്വസിറ്റുകളെല്ലാം അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നിയമപരമായ കാര്യങ്ങൾ, വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ഒരാൾക്ക് ദൈവത്തിൻ്റെ കൃപയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണില്ലേ? 10:26 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം 10:26, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് ചോദിക്കുന്നത് എന്താണ്? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു. പക്ഷെ വേറൊരു പ്രശ്നം, നീ അതെങ്ങനെ വായിക്കുന്നു, അതാണ് പ്രശ്നം. വചനത്തിൽ എന്ത് എഴുതണമല്ല പ്രശ്നം, നീ അതെങ്ങനെ വായിക്കുന്നു. അപ്പോൾ പറയും, എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, നിന്നെപ്പതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഓക്കെ, നീ അത് പോയി ചെയ്തോ. അപ്പോഴവനൊരു സംശയം, എന്താ കാര്യം? ആരാണെൻ്റെ അയൽക്കാരൻ? കാര്യം വചനത്തിൽ എന്ത് എഴുതിയാലും പുള്ളിക്കാരൻ്റെ രീതിയിൽ അത് വായിച്ചിരിക്കണത്, ദൈവത്തിൻ്റെ രീതിയിൽ അത് വായിക്കണം. അപ്പോഴത് ചോദിക്കും, ആരാണ് എൻ്റെ അയൽക്കാരൻ? അയൽക്കാരൻ ചോദിക്കുമ്പോഴാണ്. അപ്പോൾ ഈ നിയമത്തിൽ എന്ത് എഴുതിയാലും 10:26 വായിച്ചോളൂ.
ലൂക്കാന്റെ സുവിശേഷം. ശ്രുതികടെ ഹല്ലേലൂയ. ലൂക്ക 10:26. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? അത് രണ്ടും രണ്ട് വിഷയമാണ്. നിയമത്തിൽ എന്തെഴുതിയാലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളത് വായിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേക അഭിഷേകം വേണം. എന്താ ഞാൻ പറയണതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 14:23 ലിങ്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ലിങ്ക് ചെയ്യണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ എന്ത് പറ്റും? ഞാൻ വന്ന് നിങ്ങൾ വസിക്കും. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്ന ചെയ്ത്താണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവൻ പറയണ പോലെ സാങ്കേതികമായി ചെയ്തതല്ല. ദാറ്റ് ഈസ് ഫങ്ഷൻ. വി നീഡ് മിഷൻ. വ്യത്യാസമുണ്ട്. ഉടമ്പടിയിൽ എപ്പോഴും അപ്പം നമ്മൾ ഫങ്ഷനായിട്ട് നമുക്കിതൊക്കെ ചെയ്യാം. 10 രോഗികളെ കാണാം, അല്ലേ? 20 പത്രം കൊണ്ട് കൊടുക്കാം, 20 വീട്ടിൽ കൊടുക്കാം. അതൊക്കെ ഫങ്ഷനായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഫങ്ഷനാണ്. ഗോഡ് നീഡ്സ് യുവർ മിഷൻ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹത്തോടെ ചെയ്യണം. അത് കർത്താവിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണം. ദ വെരി പേഴ്സൺ ജീസസ് ഫോക്കസിങ്. കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ പേരുമാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. കാര്യം പിതാവ് നിങ്ങൾക്ക് ക്രിസ്തുവിനെ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതായിട്ട് പിതാവിന് തോന്നണം. പറഞ്ഞ മനസ്സിലായില്ലേ? പിതാവായ ദൈവം ആണല്ലോ ക്രിസ്തുവിനെ നമുക്ക് തരണത്. പക്ഷെ അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുമെന്നാണ്, നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെന്ന്. അത് ദൈവത്തിന് തോന്നിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമായിരിക്കും, അങ്ങനെ ചെയ്താൽ ശരിയാകുമായിരിക്കും, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തേ നോക്കിയേക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാങ്കേതികമായിട്ടുള്ള തിരിമറിച്ച് നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഒരു ബ്രേക്ക് വരണത്. അതേസമയം തന്നെ ഇതെല്ലാം വളരെ എല്ലാം അതീവ സ്നേഹത്തോടുകൂടിയും ഞാൻ 2 തിമോത്തി 1:14 പറഞ്ഞ പോലെ അതീവ സ്നേഹത്തോടെ. എബ്രാഹാം നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുമെന്ന് ചോദിച്ചപ്പോൾ എബ്രാഹാം വേറെ രീതിയിലല്ലേ വായിച്ചത്. എബ്രാഹത്തിനോട് മര്യാദക്ക് പറഞ്ഞതല്ലേ. എന്താ പറഞ്ഞത്? വസന്തത്തിൽ 18:10 ഉൽപ്പത്തി പുസ്തകം, വസന്തത്തിൽ ഞങ്ങൾ വീണ്ടും കടന്നു പോകും. അപ്പോഴെന്താണ്? നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയും. പക്ഷേ വസന്തം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവം വാക്ക് പാലിക്കുമെന്ന് ഈ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ സാറാ പറഞ്ഞ് എന്നാ കാത്തോണ്ടിരിക്കുകയാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ലോകത്തിൻ്റെ ആൾക്കാർ പോയി വന്ന് അവനൊക്കെ പെരുകയാണ്. അവിടെ വന്ന് നമ്മുടെ സ്ഥലം അടിച്ചുകൊണ്ട് പോകും. നിങ്ങൾ ചത്താൽ പിന്നെ എന്നെ തട്ടിക്കളയും, ചിലപ്പോൾ എല്ലാം മൊത്തം അവനെടുക്കും എന്ന് പറഞ്ഞോടുകൂടി ദൈവം പറഞ്ഞ കാര്യമൊക്കെ എബ്രാഹാം അങ്ങോട്ട് മറന്ന്. അതിനിപ്പോൾ എന്നാ ചെയ്യണമെന്ന് അടി പറയണത്? ഹാഗർ നിൽക്കുന്നുണ്ട്, പ്രാപിക്കുക, പിള്ളേരുണ്ടാകണമെന്ന് പറയും. അതോടുകൂടി എബ്രാഹാം ഈ വിശ്വാസികളുടെ പിതാവാന്നുള്ള സംഭവം മാറി, തീർന്ന്. കാര്യം എന്താണ്? കർത്താവിൻ്റെ വചനം കാത്തിരുന്നില്ല. കർത്താവിൻ്റെ സമയം വരെ ഒന്ന് കാത്തിരിക്കണ്ടേ? നിങ്ങൾ സമയം കർത്താവിനെ കുറിച്ച് കൊടുക്കണേ എന്തിനാണ്? നിങ്ങളുടെ കൂട്ടുകാരാ നാട്ടുകാരാ ഒക്കെ നിങ്ങളെക്കാൾ മുമ്പേ കയറിപ്പോകുകയോ ഇറങ്ങി വരികയൊക്കെ ചെയ്യട്ടെ. നിങ്ങളെ കണ്ടുകൊണ്ടാണ് അവരെ സൃഷ്ടിച്ചിരിക്കണത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സ്വന്തം അപ്പനെപ്പോലും കണ്ടുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കുന്നത് പറയുമ്പോൾ കാര്യം മനസ്സിലായില്ലേ? 10:23 മത്തായിയുടെ സുവിശേഷം. സ്വന്തം അപ്പനെപ്പോലും കണ്ടുകൊണ്ട് അമ്മയെപ്പോലും കണ്ടുകൊണ്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചില്ല. ഈ ഒരൊറ്റാളെ കണ്ടുകൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ. അവൻ്റെ പുനരുത്ഥാനം കണ്ടുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. എബ്രാഹാം തോറ്റ സ്ഥലത്ത് മദർ ജയിക്കുന്നുണ്ട്. വൈ വി ആർ ഹോൾഡിങ് മദർ ആസ് എ യുണീക്ക് ആയിട്ടുള്ള ഒരു മീഡിയേഷൻ. എന്തുകൊണ്ടാണ് മദറിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? എബ്രാഹാം തോറ്റ സ്ഥലത്ത് ജയിച്ച ആളാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിക്കാറുണ്ട്. എബ്രാഹത്തിൻ്റെ ഇസഹാക്കിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഈ മനുഷ്യൻ കത്തിയെടുക്കുമ്പോഴേ കത്തിയെ തട്ടിത്തെറിപ്പിച്ച് മാലാഖ അയാളെ അങ്ങനെ രക്ഷപ്പെടുത്തും, മകനെ രക്ഷപ്പെടുത്തും. അവൻ്റെ വിശ്വാസം അംഗീകരിക്കും. എന്നൊരു മറുപുറം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എബ്രാഹാം ആ ഒറ്റ വെട്ടിൽ മാലാഖ പിടിക്കണില്ല. ഇസഹാക്കിൻ്റെ കഴുത്ത് 2 കഷ്ണമായി. ഇസഹാക്കിനെ അവിടെ തന്നെ ദഹിപ്പിച്ചിട്ട് യാഗം കൊടുത്തിട്ട് ഈ മനുഷ്യന് ഇറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കി. സാറായുടെ മോഹത്ത് എന്നാ മോദയായിട്ട് ഇയാളെ മനുഷ്യൻ നോക്കും. സ്വന്തം മകനെ വെട്ടിക്കൊന്ന് വെച്ചും മലമുകളിൽ വെട്ടിക്കൊന്ന് വെച്ചും ഇറങ്ങി വരുന്ന എബ്രാഹത്തിൻ്റെ ശിഷ്ടകാലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? How can Abraham survive? He can't survive.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ സർവ് ചെയ്ത ഒരാളുണ്ട്. സ്വന്തം മകന് ബലി കൊടുത്തിട്ട്, അപ്പാ ഇതാ കർത്താവിൻ്റെ ദാസ്യത ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതെൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കണം അപ്പാ. ഇപ്പോഴും ആ വാക്ക് തന്നെ, ബിഹോൾഡ് യുവർ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇപ്പോഴും ഞാൻ നിൻ്റെ ദാസി തന്നെയാണ്, നീ പറഞ്ഞ ഞാൻ നിറവേറ്റിയിരിക്കണം. അതുകൊണ്ടാണ് ഇവരെ ഭൂസ്വലോകൻ രാജ്ഞിയായി അപ്പൻ മുടിതിരിപ്പിക്കപ്പെട്ടത്. ആ രാജ്ഞി പദത്തിൽ നിന്നാണ് ഉടമ്പടിക്ക് അനുഗ്രഹം വരുന്നത്. കൈയിട്ടിച്ച് കർത്താൻ ശാന്തമായി ഈശോയെ നോക്കുക. വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം നോക്കുക. പരിശുദ്ധാത്മാവ് അമ്മയെക്കുറിച്ച് പറഞ്ഞു, എല്ലാം ഞാൻ ഈ നിങ്ങളോട് വെളിപ്പെടുത്തിയ എല്ലാ രഹസ്യങ്ങളും പരിശുദ്ധാത്മാവ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എലിസബത്തിലൂടെ അമ്മയെക്കുറിച്ചൊരു വാക്യം പറഞ്ഞുള്ളൂ. മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് അപ്പൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മനസ്സിലാക്കിയ ആളാണ് നീ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ബ്ലാസ്റ്റഡ്. വീണ്ടും പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് അതിന് പ്രത്യുത്തരമായി അമ്മ പറഞ്ഞു, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്ക് കൈയിടിച്ച് കർത്താൻ തലമുറകൾ തോറും ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. കൈ രോഗമുള്ള ഇടത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയണത് കർത്താവ് നമുക്ക് തന്ന ഒരു നോട്ടാണ്. പക്ഷേ ഒത്തിരി പേര് ഇപ്പോൾ സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും അച്ഛൻ പറയുന്നു, കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന ഈ ഉജ്ജ്വലിക്കുന്ന നിമിഷങ്ങളിൽ അമ്മ ഉണർവോടുകൂടി നമുക്ക് സാക്ഷ്യം നൽകുന്ന മധ്യസ്ഥം വഹിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ രോഗമുള്ളിടത്ത് യേശുനാമത്തിൽ നിങ്ങൾ കൈവെക്കുക. എവിടെയാണ് രോഗമുള്ളത്? തൈറോയിഡുകാരാണെങ്കിൽ തൊണ്ടയിൽ കൈവെക്കുക. ഓൺലൈനായിട്ട് ഇപ്പോഴേ എല്ലാ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധ്യാനം കേൾക്കുന്നവരെ, ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് ഇത് ധ്യാനം കേൾക്കുന്നവരെ, നിങ്ങളുടെ രോഗികൾ അടുത്തുണ്ടെങ്കിൽ അവിടെ രോഗമുള്ള ഇടത്ത് നിങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ കൈവെക്കേണ്ടതാണ്. കുറേയധികം മക്കളെ ഈശോ ഈ ആരാധന സമയത്ത് സുഖപ്പെടുത്തിയ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ആൾക്കാർ ഇവിടെ വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയണത് കർത്താവ് ഈ അടയാളത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ ഒരു മോള്
കുഞ്ഞിന് തൈറോയ്ഡ് 500 കുഞ്ഞ് വളരെ ഒരു ഡെലീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോഴാണ് ആശുപത്രിയിൽ നിന്നുകൊണ്ട് ധ്യാനം കൂടുന്നത്. അപ്പോൾ അമ്മ കട്ടിലിരുന്നു കൊണ്ട് ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കുകയാണ്. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈ എടുത്തിട്ട് അമ്മ കുഞ്ഞിൻ്റെ തന്നെ കഴുത്തിൽ വെച്ചുകൊണ്ട് അവൻ്റെ തൈറോയ്ഡ് മാറാൻ വേണ്ടി സ്തുതിച്ചുകൊണ്ടിരുന്ന. എന്നിട്ട് ആ സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നോർമലായെന്ന് പറഞ്ഞൊരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവം അംഗീകരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ ദൈവത്തെ ആരാണ് ദൈവമായിട്ട് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്, അവിടെ എല്ലാം ദൈവം അടയാളം കാണിച്ചിരിക്കും. ദൈവവേദലെ നീ നിൽക്കുന്ന ഇടം കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ്. അത് ലോകത്തെവിടെയായാലും ഇപ്പം കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഈ സമയത്ത് നീ രോഗമുള്ളവരുടെ നടുവേദനയുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കിഡ്നി രോഗമുള്ളവരും അവിടെ തന്നെ കൈവെക്കുക. ക്യാൻസർ 4th സ്റ്റേജാണ് 5th സ്റ്റേജാണെന്നും പറയണ്ട. അതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സ്റ്റേജുകളാണ്. പക്ഷെ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാം. എല്ലാ സ്റ്റേജിനും അതീതനാണ് ദൈവം. 1 കൊറിന്ത്യർ 15:26 പറയുന്നുണ്ട്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നതാണ്. ആ പാദത്തിൻ്റെ കീഴിലാക്കാൻ വേണ്ടി ഒക്കെ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിനക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത്. നടുവേദനയുള്ളവരും സ്പൈനിൻ്റെ അസുഖമുള്ളവരും കശേരികൾ ഡിസ്ലൊക്കേറ്റ് ആയവരും കിഡ്നി രോഗികളും പ്ലീക്കായുടെ അസുഖമുള്ളവരും സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവരൊക്കെ യഥാസ്ഥാനങ്ങളിൽ കൈവെക്കട്ടെ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവെക്കട്ടെ. ഹൃദയരോഗികൾ ഇടതുവശത്ത് കൈവെക്കട്ടെ. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ളവരെല്ലാം സർവാംഗം രോഗികളെ കൂടുതൽ രോഗമുള്ളവരെ കൈ രണ്ടും പിണച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെക്കട്ടെ. സർവ്വരോഗങ്ങളെയും കർത്താവിന് തിരിച്ച് ഏൽപ്പിക്കുക. ഈശോ അടയാളപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ പോകുമ്പോൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്താൻ പറഞ്ഞു. അതുപോലെ ആദിമസഭയുടെ പാരമ്പര്യമാണ്. നിങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ സഭാപുരോഹിതനെ വിളിച്ചുകൊണ്ട് വരിക, തൈലം പൂശി അവനവനെ സുഖപ്പെടുത്തട്ടെ എന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. രോഗത്തിൻ്റെ സൗഖ്യം വൈദ്യനെ തന്നതും ഡോക്ടറിൻ്റെ സംവിധാനം ഉണ്ടാക്കിയതും മനുഷ്യന് ശാസ്ത്രം പറഞ്ഞു കൊടുത്തതുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സത്യത്തിൻ്റെ വെളിപാടുകളാണ്. അതെല്ലാം ദൈവികമായതുകൊണ്ടാണ് നമ്മളതെല്ലാം സ്വീകരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ വൈദ്യൻ വഴിയായാലും വിശ്വാസം വഴിയായാലും സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, ഹൃദയ രോഗികൾ, ശിരസിൻ്റെ രോഗികൾ, ന്യൂറോ അസുഖമുള്ളവർ, ഡിപ്രഷൻ ആയിട്ടുള്ള മക്കള്, കർത്താവേ, പഠനത്തിന് ജീവിതത്തിന് കർത്താവേ മുടങ്ങിപ്പോയവര്, കർത്താവേ, ആകപ്പാട് എല്ലാം മനസ്സ് ഇടിഞ്ഞുപോയവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശപ്പ് രോഗികൾ, സോറിയാസിസ് രോഗികൾ, ത്വക്ക് രോഗികൾ, ക്യാൻസർ രോഗികൾ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PCOD രോഗികൾ, പിസ്റ്റുല രോഗികൾ, RSS രോഗികൾ, രക്തപ്പൊക്കിൻ്റെ അസുഖമുള്ളവർ, മൂത്രത്തിൽ രക്തം പോക്കുന്ന അസുഖമുള്ളവർ, മൂത്രത്തിൽ കല്ലുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്വാസകോശ രോഗികൾ, TB രോഗികൾ, യേശുവേ, ഈ നിമിഷം ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ശിരസ് രോഗികളെ, കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവരെ, അവർ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, സ്പർശിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ കർത്താവേ, അങ്ങയുടെ ഉന്നതമായ നാമത്തിലെ ഞങ്ങൾ നിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അപ്പാ, ദൈവമേ, നിന്റെ പുത്രനായ യേശുക്രിസ്തു നാമത്തിലെ കൈകൾ നീട്ടണമേ. നടുവിലെ അസ്ഥിരോഗങ്ങള്, പേശിരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ശരീരകോശങ്ങളില് കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഞരമ്പ് രോഗങ്ങളിൽ, ബ്ലോക്കുള്ളവര്, തടസ്സമുള്ളവര്, ഉള്ളംകാലം ഒതിച്ചുവരെ മാരക രോഗങ്ങള്, തിരവ്യാധികള്, സ്രാവരോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, ഓട്ടിസം രോഗങ്ങള്, അപസ്മാര രോഗങ്ങള്, യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ, യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിലെ മാരക രോഗങ്ങള്, തീരവേദികള്, മരുന്ന് കഴിച്ചിട്ടും എത്ര ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും
മാറാത്ത രോഗങ്ങള്, തീരാത്ത വേദികള് യേശുവിന്റെ നാമത്തില്, മനോരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, വിസർപ്പ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, അസ്ഥി ഉരുക്കങ്ങള്, അസ്ഥി രോഗങ്ങള്, അസ്ഥി ശോഷണങ്ങള്, ശരീര ശോഷണങ്ങള് യേശുവിന്റെ നാമത്തില്, കർണപുടങ്ങൾ കഴിവില്ലാത്തവര്, സംസാരിക്കാൻ നിവൃത്തിയില്ലാത്തവര്, പല്ല് മാറാത്തവര് യേശുവിന്റെ നാമത്തില്, ഉള്ളംകാലം മുതൽ ഉച്ചവര്, മക്കളില്ലാത്തവര്, കൗണ്ടില്ലാത്തവര്, മൊബിലിറ്റി ഇല്ലാത്തവര് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ മക്കളും ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന്റെ സന്തതികളെ ജനിപ്പിക്കാൻ കഴിയുന്ന ദൈവമേ, ആകാശം ഭൂമി കടന്നുപോയാലും മാറ്റമില്ലാത്തതിന്റെ വാക്കിന്റെ ശക്തിയാൽ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശുദ്ധിക്കട്ടെ, ഞങ്ങളെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ വെച്ച മുഴുവൻ വിഷയങ്ങളാണ്. കർത്തൃസന്നിധിയെ പുനഃസമർപ്പണം ചെയ്യുകയാണ്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവരെ, ഒത്തിരി പേര് വിദേശത്തേക്ക് പൈസ അടച്ചിട്ട് പോലും അവർക്ക് വിസ കിട്ടാത്തവരുണ്ട്. ലക്ഷങ്ങൾ ഇൻടേക്കിന് കൊടുത്തിട്ട് ഈ ഇൻടേക്കിന് പോകാൻ പറ്റാത്തവരുണ്ട്. വ്യത്യസ്തങ്ങളായ നൈപുണ്യ പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. റീവാലുവേഷന് കൊടുത്തിട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. വിവാഹ തടസ്സമുള്ളവരെ, വിവാഹ കേസിനും കോടതിയിലുമായിരിക്കുന്നൊരു വിവാഹത്തിൻ്റെ വിഷയങ്ങൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ എല്ലാം കേസായിരിക്കുന്നവരെ, വസ്തു ജപ്തിയിലേക്ക് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവരെ, ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിൽക്കുന്നവരെ, വിദേശത്ത് ജയിലിൽ കിടക്കുന്നവരെ, നാട്ടിൽ ജയിലിൽ കിടക്കുന്നവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ സത്യാവിലേക്കെല്ലാം ഈ നിമിഷം മുഴുവൻ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷമാണെന്ന് ഓർക്കണം. ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായനെ, ഈശോ എല്ലാം സാധ്യമായനെ, ഈശോയെ കർത്താവെ, ഈശോ ജോലി ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഈശോ അവരെല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക ബാധ്യതകളുള്ളവരെ, കർത്താവെ സാമ്പത്തികം അത്യാവശ്യമായിട്ടുള്ളവരെ, ജോലിക്ക് പോകേണ്ട കർത്താവ് വേണ്ടി കൊടുക്കേണ്ടി വരുന്നവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ കരുണ മക്കളുടെയൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ മക്കളുടെയൊക്കെ ആവശ്യിക്കട്ടെ, കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. അടിവീഴ പോലെ, വൈദ്യ അക്കാരം പോലെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിത അവസ്ഥകളുടെ തടസ്സങ്ങള്, ദോഷങ്ങള്, പഠന തടസ്സങ്ങള്, ജോലി തടസ്സങ്ങള്, എല്ലാ സർവീസ് പ്രോബ്ലംസ് എല്ലാം യേശുവിന്റെ നാമത്തില് ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാരണങ്ങള്, ഉടമ്പടി പുതുക്കാൻ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ ദൈവികമായ ആവശ്യപ്പെട്ടാവട്ടെ. യേശുവിന്റെ നാമത്തിലെ തടസ്സങ്ങൾ, ദുരിതങ്ങള് മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. കുടുംബങ്ങളെയും സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം.
മക്കളെ മൗനമായി പ്രാർത്ഥിക്കുക.